തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട പോലീസ് റിപ്പോർട്ട് അംഗീകരിക്കാനാവാത്തതാണെന്ന് മുൻമന്ത്രി വി എസ് സുനിൽകുമാറും കെ മുരളീധരനും. വിഷയത്തിൽ പ്രതികരണങ്ങളുമായി ഇരു ദേവസ്വങ്ങളും മുന്നോട്ട് വന്നു. പൂരം തകർക്കാൻ വലിയ ലോബി പ്രവർത്തിക്കുന്നതായി പാറമേക്കാവ് ദേവസ്വം പ്രതികരിച്ചു. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ അന്വേഷണം നടത്തണമെന്ന നിരന്തരമായ ആവശ്യത്തിനൊടുവിലാണ് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത്. എന്നാൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങി. സംഭവത്തിൽ ADGPയുടെ റിപ്പോർട്ട് പുറത്തായതോടെയാണ് വിഷയം ആളിക്കത്തുന്നത്. ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ലെന്ന് മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ അടങ്ങുന്ന ആ പൂരത്തിന്റെ അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് ഗവൺമെന്റിലേക്ക് സമർപ്പിച്ചു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് സ്വാഗതാർഹമായ കാര്യമാണ്. റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ളത് സ്വാഗതാർഹമാണ്. ആ റിപ്പോർട്ടിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് പരിശോധിച്ചാൽ മാത്രമേ അതിൻ്റെ മെറിറ്റിലേക്ക് പോയി നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഏതായാലും ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകളനുസരിച്ച് മാത്രം നമുക്ക് കാര്യങ്ങളിൽ പ്രതികരിച്ചാൽ അത് അനൗചിത്യമായിരിക്കും. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ പൂരത്തിൻ്റെ അലങ്കോലപ്പെട്ടതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ, അത് സംബന്ധിച്ച കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്താ റിപ്പോർട്ട് വരട്ടെ, റിപ്പോർട്ട് വന്നതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് പറയുന്നതാണ് ശരി. MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ വിശ്വാസമില്ലെന്ന് കെ മുരളീധരനും വ്യക്തമാക്കി. ഇനി ഞങ്ങൾക്ക് ആവശ്യം ജുഡീഷ്യൽ എൻക്വയറി ആണ് എന്ന് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് എന്താണെങ്കിലും അജിത് കുമാറിൻ്റെ റിപ്പോർട്ടിന് വിശ്വാസ്യതയില്ല. അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കാം. അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ പാകപ്പിഴ മാത്രമാക്കിയും ദേവസ്വങ്ങളെ കുറ്റപ്പെടുത്തിയും തയ്യാറാക്കിയ റിപ്പോർട്ടിനെതിരെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും മുന്നോട്ട് വന്നു. ഇങ്ങനെ ഓരോന്ന് അത് കാലത്ത് തൊട്ടേ ഒരു ദിവസം കാലത്ത് തൊട്ടേ പാറമേക്കാവിലും തിരുവമ്പാടിയിലും അതിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങി. പാറമേക്കാവിൻ്റെ ഘടകപൂരമായ കണിമംഗലം ശാസ്താവ് വരുന്ന സമയത്ത് റോഡ് മുഴുവൻ അടഞ്ഞെടുക്കണം. ഞങ്ങൾ എല്ലാ മീറ്റിങ്ങിലും ഘോരം പറയുന്നതാണ്. നിരവധി പ്രശ്നങ്ങൾ തൃശ്ശൂർ പൂരം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ അങ്കിത് അശോകനോ ADGPയുടെ പേരിൽ മാത്രം പറഞ്ഞ് നിർത്താൻ എത്തുന്നതല്ല. തീർച്ചയായിട്ടും ഒരു CBI എൻക്വയറി ചെയ്ത് പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കും. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും പൂരം തകർക്കാനുള്ള ഇടപെടലുണ്ടായി. പിന്നിൽ വലിയ ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും CBI അന്വേഷണം വേണമെന്നും പാറമേക്കാവ് ദേവസ്വം ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിനെതിരെ ഘടകകക്ഷി നേതാക്കൾ തന്നെ രംഗത്ത് വന്നതോടെ പൂരം വിഷയത്തിൽ സർക്കാരും പ്രതിസന്ധിയിലാവുകയാണ്. ജനം, തൃശൂർ.